നമസ്കാരം. പുണ്യ ദാമ്പത്യത്തിൽ രാഹു ദോഷമാണോ? ദാമ്പത്യ ജീവിതത്തിൽ ശനി, അതുപോലെ തന്നെ ആദിത്യൻ, കേതു, ഇതുമൊക്കെ വലിയ പ്രശ്നക്കാരനാണ് ഏഴാം ഭാവത്തിൽ വന്നാൽ. അതുപോലെ ഏറ്റവും വലിയൊരു പ്രശ്നക്കാരൻ തന്നെയാണ് രാഹു എന്ന് പറയുന്നത്. രാഹു ഏഴിൽ നിന്ന് കഴിഞ്ഞാൽ, ഭർത്താവിനാണ് രാഹു ഏഴിൽ നിൽക്കുന്നതെങ്കിൽ ഭാര്യയ്ക്ക് രോഗാദി ദുരിതങ്ങൾ ഉണ്ടാവാം, മനസ്സുഖക്കുറവുണ്ടാവാം, ചീത്ത കൂട്ടുകെട്ടുകൾ, തൊഴിൽ ക്ലേശങ്ങൾ, ഇതൊക്കെ വന്നു ചേരാം. അതുപോലെ തന്നെ ഗാന്ധർവ വിധി പ്രകാരമുള്ള വിവാഹമാവാം, ചിലപ്പോൾ പ്രേമിച്ച് വിവാഹം കഴിക്കുന്നവരാവാം, രണ്ട് വിവാഹത്തിന് ചിലപ്പോൾ സാധ്യതകൾ ഉണ്ടാവാം. ശുക്രന് രാഹുവായിട്ട് യോഗം വരികയോ അല്ലെങ്കിൽ ഏഴിൽ രാഹുവിന് ശുക്രനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശുക്രന് രാഹുവിൻ്റെ യോഗം വന്നാൽ ചിലപ്പോൾ രണ്ട് വിവാഹം കഴിച്ചേ പറ്റൂ. ചിലപ്പോൾ അപവാദങ്ങൾ കേൾക്കാം, മാനഹാനി ഉണ്ടാവാം. അതുപോലെ തന്നെ ലൈംഗിക സുഖക്കുറവുകൾ ഉണ്ടാവാം. ഏഴിൽ രാഹു വന്നു കഴിഞ്ഞാൽ ലൈംഗികമായിട്ടുള്ള സുഖക്കുറവുകൾ ഉണ്ടാവാം. സ്ത്രീകൾക്കാണെങ്കിൽ അവർക്ക് യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള പരാജയങ്ങളൊക്കെ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഫലമായിട്ട് വരാം. അതുപോലെ തന്നെ പരിഹാരമായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹു എന്ന് പറയുന്ന സർപ്പത്തെ പ്രീതിപ്പെടുത്താം, രാഹുവിനെയും കേതുവിനെയും പ്രീതിപ്പെടുത്താം. ഈ രാഹു എന്ന് പറയുന്നതിനെ നമ്മൾ പ്രീതിപ്പെടുത്തുന്ന സമയത്ത് സർപ്പക്ഷേത്രങ്ങളിൽ എന്താണോ വഴിപാടുകൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ജാതകത്തിൽ രാഹു എവിടെയാണ് നിൽക്കുന്നത്, ഏത് പൊസിഷനിലാണ്, ഏത് ഭാവത്തിലാണ്, അതിനനുസരിച്ച് എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത്, ഒരു ദൈവത്തിനെ കൊണ്ട് ജാതകം നോക്കി രാഹു നിങ്ങൾക്ക് അശുഭനാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ദാമ്പത്യത്തെ രാഹു ബാധിക്കുമെന്നുണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ട പരിഹാരങ്ങൾ ഉണ്ടാവും. ആ പരിഹാരങ്ങൾ ചെയ്യുക. സർപ്പക്ഷേത്രത്തിൽ രാഹു പൂജ നടത്താം, രാഹുവിന് വേണ്ട ഇഷ്ടപ്പെട്ട വഴിപാടുകൾ നടത്താം, രാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ നമുക്ക് ചെയ്യാം. എവിടെ നിന്നാണ് ഇത് വന്നതെന്ന് നോക്കാം. ആയില്യ പൂജകൾ നിരന്തരമായിട്ട് ചെയ്യാം, സർപ്പപൂജ ചെയ്യാം, പായസ ഹോമം നടത്താം, രാഹു യന്ത്രം ധരിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, നിരന്തരമായിട്ട് നമ്മൾ രാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന പുണ്യദാമ്പത്യത്തിലെ രാഹുവിൻ്റെ ദോഷങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിവെക്കാൻ പറ്റും. ഇനി അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നമ്മളൊരു ദൈവത്തിനെ കൊണ്ട് നമ്മുടെ ജാതകം ഗ്രഹനില പരിശോധിപ്പിച്ച് രാഹുവിൻ്റെ ദോഷങ്ങൾ ഏഴാം ഭാവത്തിലുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്താൽ ഈ പറയുന്ന കാര്യങ്ങൾക്ക് തന്നെ ഒരു ആശ്വാസമാവും. രോഗാദി ദുരിതങ്ങൾക്കും സ്ത്രീയുടെ മറ്റ് പല പ്രശ്നങ്ങൾക്കും ഒക്കെ ഈ രാഹു നമുക്ക് പരിഹാരമാവുകയും ചെയ്യും.